ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ചിന്തകൾ എങ്ങനെയാണ് യാഥാർത്ഥ്യമാകുന്നത് എന്നതിനെ പറ്റിയിട്ടാണ്. നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട, എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ചിന്തകളിൽ നിന്നാണ് ജീവിതം അല്ലെങ്കിൽ റിയാലിറ്റി ഉണ്ടാവുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ചിന്തകൾ എങ്ങനെയാണ് ഈ രീതിയിലേക്ക് മാറുന്നത്, അതിൻ്റെ കുറേ ഫണ്ടമെൻ്റലായിട്ടുള്ള നിയമങ്ങൾ എന്താണ് എന്നതിനെ പറ്റിയിട്ടാണ്. ഇപ്പം നമ്മുടെ ജീവിതം എന്നത് നമ്മുടെ ചിന്തകളുടെ പ്രതിഫലനമാണ് എന്നാണ് പറയാറുള്ളത്. നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ അത് നമ്മളായി മാറുന്നു. അല്ലെ, പോസിറ്റീവ് ചിന്തകൾ ഉള്ളവർ പോസിറ്റീവായി മാറുന്നു, നെഗറ്റീവ് ചിന്തകളുള്ളവർ നെഗറ്റീവ് ജീവിതമായി മാറുന്നു. അപ്പം അവിടെ ഒരു ഇൻവെർട്ടഡ് കോമയിൽ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നത് പോസിറ്റീവ് അവസ്ഥയാണോ നെഗറ്റീവ് അവസ്ഥയാണോ? ഞാൻ ഒന്നുകൂടി പറയാം. പോസിറ്റീവ് ചിന്തകളുള്ളവർ സന്തോഷകരമായിട്ടുള്ള, സമാധാനപരമായിട്ടുള്ള, സംതൃപ്തിയുള്ള ജീവിതം നയിക്കുന്നു. പക്ഷേ ഞാനിപ്പോഴും കഷ്ടത്തിലും നഷ്ടത്തിലും ദുഃഖത്തിലും ദുരിതത്തിലുമാണ്. അപ്പോൾ എവിടെയാണ് എൻ്റെ വിഷയം? എത്ര പേർക്ക് ആൻസർ ചെയ്യാൻ പറ്റും? ഒന്ന് വീണ്ടും പറയാം, അത് ശരിക്കും ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. പോസിറ്റീവ് ചിന്തിക്കുന്നവർക്ക് ജീവിതത്തിൽ നന്മകൾ ഉണ്ടാകുന്നു, സന്തോഷമുണ്ടാകുന്നു, സമാധാനം ഉണ്ടാകുന്നു, സംതൃപ്തി ഉണ്ടാകുന്നു, ഐശ്വര്യമുണ്ടാകുന്നു, സമ്പത്ത് ഉണ്ടാകുന്നു എന്ന് നിയമം പറയുന്നു. ഞാനല്ല, സൈക്കോളജി നിയമം പറയുന്നു. പക്ഷെ എൻ്റെ അവസ്ഥ കഷ്ടമാണ്. എൻ്റെ അല്ല കേട്ടോ, ഞാൻ ഉപയോഗിച്ച് എനിക്കതില്ലേ ഇല്ല, എൻ്റെ അവസ്ഥയല്ല. ഇനി അത് പറഞ്ഞിട്ട് എനിക്ക് വാദിക്കണ്ട. പലരുടെയും അവസ്ഥ കഷ്ടത്തിലും നഷ്ടത്തിലും ദുഃഖത്തിലും ദുരിതത്തിലും, എന്താ പറയുക, സംഭവിച്ചതിന് സംഭവിച്ചുകൊണ്ടും നിൽക്കുന്നു. അപ്പോൾ എവിടെയാണ് എൻ്റെ പ്രശ്നം? എൻ്റെ എന്തിലാണ് വിഷയം? എൻ്റെ എന്തിലാണ് വിഷയം? കമാൺ, എൻ്റെ എന്തിലാണ് വിഷയം? പുതിയ ആൾക്കാർ ഇതിന് ഉത്തരം ഇപ്പം പറയണം, എന്നാൽ മാത്രമാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ പറഞ്ഞ നിയമം നിങ്ങൾക്ക് ക്ലിയറായി മനസ്സിലായി കാണും. ഇല്ലെങ്കിൽ ഒന്നുകൂടി ചിന്തിച്ചോളൂ. അതുകൊണ്ട് അത്രയും ഇത് വളരെ ഫണ്ടമെൻ്റലായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട നിയമം. അത് മനസ്സിലാക്കിയിട്ടേ മറ്റേ എന്ത് ചെയ്തിട്ട്, യെസ്, എന്തുകൊണ്ട് ഞാൻ അതിൽ തന്നെ ജീവിക്കുന്നു? മറ്റൊന്നിലല്ല, എൻ്റെ ചിന്തകൾ ദാരിദ്ര്യത്തിൻ്റെയും അല്ലെങ്കിൽ നെഗറ്റീവ് ആയതുകൊണ്ടാണ് ഞാൻ നെഗറ്റിവിറ്റിയിലുള്ളത്. എൻ്റെ ചിന്തകൾ ആണ് വിഷയം. അപ്പോൾ എൻ്റെ ഉള്ളിലുള്ള അവസ്ഥകളെയാണ് നമ്മൾ മാറ്റേണ്ടത്. വേറെ എവിടെയും നിങ്ങളൊന്നും ചെയ്യാൻ പോകണ്ട. ഒരു കാര്യത്തിനും ആരെയും മാറ്റാൻ എവിടെയും പോകണ്ട്. സ്വന്തം തോട്ട്സിനെ മാത്രം ചിന്തിക്കുക, നോക്കുക. അത് മാറ്റുമ്പോൾ എല്ലാം മാറാൻ തുടങ്ങും. അത് മാറ്റാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക മാത്രമാണ് കാര്യം. നോക്കൂ, അതിനു മുമ്പ്, അങ്ങനെ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവണമെങ്കിൽ അതിനു മുമ്പ് ഒരു കാര്യം നമ്മൾ തീരുമാനിക്കണം. എന്തിനാണ് ഞാനിത് മാറ്റുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം എത്ര പേർക്കുണ്ട്? എനിക്ക് ഇപ്പം മനസ്സിലായി, എൻ്റെ ചിന്തകളെ എനിക്ക് മാറ്റണം എന്ന് എനിക്ക് മനസ്സിലായി. എന്തിനാണ് ഞാനിത് മാറ്റുന്നത്? എന്താണ് ഇതിൻ്റെ ഗോള്? ഇതിൻ്റെ ലക്ഷ്യം എന്താണ്? യെസ്, ജീവിത വിജയത്തിന് എനിക്ക് ഹാവ് എ ഗോൾ, എനിക്കൊരു ലക്ഷ്യമുണ്ടാവണം. ഫോർ വെൽ ബീയിങ് നമ്മൾ പോസിറ്റീവായിരിക്കണം, ആഗ്രഹമുണ്ടാവണം, സമാധാനമുള്ള ലൈഫ് കിട്ടണം, സക്സസ് ഇൻ ലൈഫ്. ദാറ്റ് ഈസ് ദ ഗോൾ. എന്തിനാണ് ഞാൻ ചെയ്യുന്നത്? എനിക്ക് സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഒരു വാക്ക് പറയുമ്പോൾ ആ വാക്ക് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും. റിയൽ. ഇഫ് ഐ സേ ദാറ്റ് ഐ ആം ഗെറ്റിംഗ് മാഡ്, ദാറ്റ് മീൻസ് യു ആർ ഗെറ്റിംഗ് മാഡ്. നിങ്ങൾ ആ മാഡിനെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അതല്ല വേണ്ടത്. ആ ആക്ഷൻ, ആ ഫീലിംഗ് നിങ്ങൾക്ക് അവിടെ ഉണ്ടെങ്കിൽ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നത് ഇതാ. ഇപ്പോൾ കാർമേഘമുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഐ എം ഗെറ്റിംഗ് മാഡ്, ദ സെയിം തിങ് ഐ ടേക്ക് അനദർ വേ. നിങ്ങളുടെ റൂമിനകത്ത് ഇരുട്ടാണ്, ഈ റൂമിനകത്ത് ഇരുട്ടാണ്, ഈ റൂമിനകത്ത് ഇരുട്ടാണ്, ഈ റൂമിനകത്ത് ഇരുട്ടാണ്. എന്ത് സംഭവിക്കും? അവിടെ ഇരുട്ട് തന്നെയല്ലേ ഉണ്ടാവുള്ളൂ. ഇസ് എനിത്തിങ് വിൽ ചേഞ്ച്? ഉണ്ടാവുമോ? നമ്മുടെ റൂമിനകത്ത് ഇരുട്ടാണ്, യാഥാർത്ഥ്യം. ദാറ്റ് ഇസ് നത്തിങ് ടു സേ, ദാറ്റ് ഒരു ഇതുമില്ല, യാഥാർത്ഥ്യമാണ്. പക്ഷെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ റൂമിനകത്ത് ഇരുട്ടാണ്, ഇരുട്ടാണെന്ന് അവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇരുട്ടല്ലാതെ അവിടെ വെളിച്ചം വരുമോ? വെളിച്ചം വരണം, എന്ത് ചെയ്യണം? ഗെറ്റ് അപ്പ് ആൻഡ് ഗോ ടു ദ സ്വിച്ച് ആൻഡ് ജസ്റ്റ് ഓൺ ദ സ്വിച്ച്. എഴുന്നേൽക്കുക, പോവുക, സ്വിച്ച് ഇടുക. അത് മാത്രമേ പോകാൻ വഴിയുള്ളൂ. പറയുമ്പോൾ അത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അത് എഴുന്നേറ്റ് സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ്.
ഇതാണ് ഇതിനകത്ത് ആക്ഷൻ. യെസ്, അത് എടുക്കാത്തടത്തൊന്നല്ല. നോക്കൂ, അതാ പറഞ്ഞത്, നിങ്ങൾക്ക് മാറണമെന്ന് ആഗ്രഹമുണ്ട്, മാറാൻ ഇത് പോസിറ്റീവായിരിക്കണം. എന്തിന്? ലക്ഷ്യം നിർണയിക്കുക. ജീവിതത്തിൽ ഒരു ലക്ഷ്യമില്ലാതെ മുന്നോട്ട് പോകുന്നത് ദിശയില്ലാത്ത കപ്പൽ പോലെ എന്നാണ് പറയുക. അപ്പൊ ഈ പറഞ്ഞ ലക്ഷ്യം എന്താണ്? എന്തിനാണ് മാറ്റം ഉണ്ടാവേണ്ടത്? എനിക്ക് ഇന്ന കാര്യം നേടാൻ വേണ്ടിയിട്ടാണ്. അർച്ചന സാബു എൻ്റെ അടുത്ത് 1-to-1 എടുത്ത് സംസാരിക്കുമ്പോൾ പറഞ്ഞു, സാറേ ഞാൻ ആകെ തറന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, എന്താ നിനക്ക് വേണ്ടത്? എന്താ ആവശ്യം? ഇപ്പോൾ എക്സാം എഴുതണം, PSC എടുക്കണം, ഓക്കെ, സ്റ്റാർട്ട് നൗ, പ്രാക്ടീസ് നൗ. ഇന്നെന്ന കാര്യം പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങൂ. ഇപ്പം അന്ന് ഒരു മാസം മുമ്പ് ഫുൾ ഡൾ നെഗറ്റീവായി വന്നയാൾ ഇപ്പോൾ ഇമോഷണലി നല്ല ലെവലായി വന്നു. ഓരോ കാര്യം പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. മനസ്സിൽ മാറ്റം വന്നു, മുഖത്ത് മാറ്റം വന്നു, ശരീരത്തിൽ മാറ്റം വന്നു, ആളുടെ സ്വഭാവത്തിൽ മാറ്റം വന്നു. എന്താണ് ആവശ്യം? അവിടെ ഉണ്ട്, ലക്ഷ്യമുണ്ട്. എന്തിനാണ്? ഞാൻ മാറിയാൽ എനിക്ക് അടുത്ത എക്സാമിന് ക്രാക്ക് ചെയ്യണം, എൻ്റെ കുട്ടീനെ എനിക്ക് നോക്കണം, എൻ്റെ ഭർത്താവിൻ്റെ മുമ്പിൽ നിവർന്ന് നിൽക്കണം, രണ്ട് കാലം നിൽക്കണം. ഞങ്ങൾ പറഞ്ഞ കണ്ടീഷൻ, ഞങ്ങളുടെ എഗ്രിമെൻ്റ് ഇതാണ്, രണ്ട് കാലം നിൽക്കാൻ. ഇവിടെയുള്ളവരെല്ലാവരോടും പറയും, നിങ്ങളെല്ലാവരോടും 4 കാലം നിൽക്കരുത്, രണ്ട് കാലിൽ നിൽക്കണം. ആരുടെ? നിങ്ങളുടെ സ്വന്തം കാലിൽ, ഭർത്താവിൻ്റെ കാലിൽ നിൽക്കുന്ന ആരെയും ഇവിടെ വേണ്ട. ലക്ഷ്യം അതാണ്. അതുകൊണ്ട് എന്താ? പ്രാക്ടീസ്. മാറ്റം തുടങ്ങിയില്ലേ? ഇനി അടുത്ത കോൺഫിഡൻസോടുകൂടി ആ എക്സാം ക്രാക്ക് ചെയ്യും, അടുത്ത ജോലിക്ക് കയറും. അപ്പം നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് വ്യക്തമായി അറിയുക. ഇതിനെ കൃത്യമായി ഞാൻ വിഷൻ ബോർഡിൽ ക്ലാസ്സിൽ ഓരോ ആൾ ഇരുത്തിട്ട് പഠിപ്പിക്കുന്നുണ്ട്, വിഷൻ സെറ്റ് ചെയ്യാനായിട്ട്, ഗോൾ സെറ്റ് ചെയ്യാനായിട്ട്. അതൊക്കെ നിങ്ങൾക്ക് പതുക്കെ പതുക്കെ ഇവിടുന്ന് മുമ്പോട്ട് പോകാം. ലക്ഷ്യം നിർണ്ണയിച്ചു കഴിഞ്ഞാലോ ആ യാത്രയിൽ എല്ലാത്തിനെയും നിങ്ങൾക്ക് പോസിറ്റീവായി കാണാൻ പറ്റും. കാരണം എന്താണെന്നറിയോ? നിങ്ങൾക്ക് നെഗറ്റീവ് വേണ്ടല്ലോ. നമുക്ക് നെഗറ്റീവ് വേണ്ട എന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ മുന്നിലുള്ളതെല്ലാം എന്താണ്? നമ്മൾ ഒരു സാധനത്തെ വേണ്ടാന്ന് കരുതി, പിന്നെ നമ്മുടെ മുമ്പിൽ വരുന്നത് അത് ഒഴിഞ്ഞിട്ടുള്ള ബാക്കി കാര്യങ്ങളല്ലേ നമ്മൾ കാണുള്ളൂ. അങ്ങനെ കാണുള്ളൂ. കാരണം ബ്രെയിനിൻ്റെ സിസ്റ്റം അങ്ങനെയാണ്. ബ്രെയിൻ എപ്പോഴും സർവൈവൽ മോഡിൽ നിൽക്കുമ്പോൾ, റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം ഓണായിരിക്കുമ്പോൾ നമ്മൾ എന്താണോ വെച്ചത് അത് മാത്രമേ കാണുള്ളൂ. അങ്ങനെ നമ്മുടെ സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ലക്ഷ്യമുണ്ടാകുമ്പോൾ ആ യാത്രയിൽ മറ്റൊന്നും തടസ്സമല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ ലളിതമായിട്ട് ഉദാഹരണം പറയാം. എറണാകുളത്തുള്ള നിങ്ങൾ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. ലക്ഷ്യം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിലേക്ക് നിങ്ങൾ എത്തണം. നിങ്ങൾക്ക് അവിടെ ഉച്ചയ്ക്ക് 2 മണിക്ക് എത്തണം എന്ന് കരുതി നിങ്ങൾ എറണാകുളത്ത് പുറപ്പെട്ടു. നിങ്ങൾക്ക് 2 മണിക്ക് എത്തിയാൽ നിങ്ങൾ രാവിലെ 7 മണിക്ക് ഇവിടെ നല്ല സമയമുണ്ട്, സാവകാശമുണ്ട്, നിങ്ങൾ റിലാക്സ്ഡ് ആണ്, നിങ്ങൾ ഇറങ്ങി. നിങ്ങൾ ഓരോ സ്ഥലത്തും ബസ് നിർത്തുമ്പോൾ ഇറങ്ങി നോക്കുമോ? തിരുവനന്തപുരത്ത് എത്തിയോ നോക്കുമോ? അല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുമോ? ആഹാ, തിരുവനന്തപുരത്ത് ഇറങ്ങിയാൽ പോരെ എന്ന് പറഞ്ഞിരിക്കുമോ? നിങ്ങൾ ഓരോ അയ്യോ ഇവിടെയും ബസ് നിർത്തിയോ, അവിടെയും നിർത്തിയോ, ഷു എന്തൊരു പണിയായി കാണിക്കുന്നത്, എന്തിനാ ഇയാൾ ഇങ്ങനെ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമോ? അല്ല തിരുവനന്തപുരത്ത് എത്തുമ്പോൾ മാത്രം നിങ്ങൾ ഇറങ്ങുമോ? ഇവിടെയാണ് പോയിന്റ് കിടക്കണേ. ഇവിടെ ഇരിക്കുന്ന എത്ര പേര് ഓരോ സ്റ്റോപ്പിലെത്തുമ്പോഴും അയ്യോ ഇനി എത്തിയില്ല, ഇനി എത്ര സമയമുണ്ട്, ഓ ഇനി എത്ര സമയമുണ്ട് എന്ന് നോക്കിയിരിക്കുമ്പോൾ ലൈഫ് പോയി കളയും. ആ ബസ്സുകാരൻ പറഞ്ഞിട്ടുണ്ടാവുന്നു 1:30 മണിക്ക് തിരുവനന്തപുരത്തേക്ക് ബസ് എത്തും. അപ്പോൾ 1:30 മണിക്ക് നോക്കിയാൽ പോരെ? 1:30 മണിക്കോടെ എത്തിയില്ലെങ്കിൽ മാത്രം ശ്രദ്ധിച്ചാൽ പോരെ? അതുവരെ എന്തിനാണ് ഇതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കണേ? അപ്പോഴല്ലേ നെഗറ്റിവിറ്റി കണ്ടുള്ളൂ. അല്ലെങ്കിൽ നെഗറ്റീവ് കാണാൻ പറ്റുമോ? അല്ലെങ്കിൽ ഓരോ സ്റ്റോപ്പിൽ നിന്ന് 5 മിനിറ്റ് 6 മിനിറ്റ് ലേറ്റ് ആകുന്ന 2 മിനിറ്റ് ലേറ്റ് ആകുന്ന നമ്മൾ ശ്രദ്ധിക്കുമോ? നമുക്കവിടെ 1:30 എത്തണം. എത്തിയില്ലെങ്കിൽ മാത്രം നമ്മൾ ആലോചിച്ചാൽ പോരെ? ഇതാണ് നമ്മുടെ പോസിറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത്. അല്ലാതെ വെറുതെ പറയുന്ന പോസിറ്റീവ് തിങ്കിങ് അല്ല. നമുക്ക് അവിടെ എത്താൻ ഇത്ര മണിക്കാൻ തീരുമാനിക്കുക, ഡൺ ചെയ്യുക, സെറ്റ് ചെയ്യുക, അതിലേക്ക് അങ്ങ് പോവുക. ആ സമയത്ത് അതിൻ്റെ ഇടയിലിനെ പറ്റി ഒന്നും ചിന്തിക്കണ്ട, നമ്മളത് കാണുകയില്ല. കാരണം നമ്മുടെ ലക്ഷ്യം അവിടെ കൃത്യമാണെങ്കിൽ യാത്ര വളരെ സുഖകരമായി പോകും. ഇപ്പം നെഗറ്റിവിറ്റി, നമുക്കൊരു ലക്ഷ്യം നിർണ്ണയിച്ച് നമ്മൾ മുമ്പോട്ട് പോവുകയാണ്, പിന്നെ നെഗറ്റിവിറ്റി നമുക്കില്ല. നമ്മൾ ലക്ഷ്യത്തിലേക്ക് മാത്രം യാത്ര ചെയ്യുമെന്നുള്ളതാണ്.
ഇവിടെയാണ് അതിനു വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്താണ്? ഈ പ്രാക്ടീസുകളിലൂടെ, മെഡിറ്റേഷനിലൂടെ. മെഡിറ്റേഷൻ എന്തിനാണ്? മെഡിറ്റേഷൻ എന്ന് സാറ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? ആക്ച്വലി മെഡിറ്റേഷൻ എന്താണ് നിങ്ങൾക്ക് നൽകുന്നതെന്ന് അറിയാവോ? നമ്മൾ നമ്മുടെ നെർവ് സിസ്റ്റത്തെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. നമ്മൾ ബ്രീത്ത് എടുക്കുമ്പോഴും ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോഴും നമ്മുടെ ബ്രെയിനിൽ നടക്കുന്ന വലിയ ചേഞ്ചസ് ആണ്. നമ്മുടെ നാഡീവ്യൂഹങ്ങളിൽ നടക്കുന്ന വലിയ ചേഞ്ചസ് ആണ്. ആക്ച്വലി നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട് എന്താണ്? നാഡീവ്യൂഹങ്ങൾ സ്വസ്ഥമായി എന്താ പറയുക റിലാക്സ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. പക്ഷേ റിലാക്സേഷൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ആൽഫ ഫ്രീക്വൻസിയാണ്. പക്ഷെ നമ്മൾ നിരന്തരം ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ, നിരന്തരം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ബീറ്റയും ഹൈ ബീറ്റ ഫ്രീക്വൻസിയിലായിരിക്കും നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഹൈ ഫ്രീക്വൻസിയിൽ, ഈ ബീറ്റ ഫ്രീക്വൻസിയിൽ നിന്ന് നിങ്ങൾ ഡിസോസിയേറ്റ് ചെയ്യാത്തിടത്തോളം കാലം നിങ്ങൾക്ക് സ്വസ്ഥത അനുഭവിക്കാൻ സാധിക്കില്ല. ആ ഡിസോസിയേഷൻ ചെയ്യുന്ന പ്രക്രിയയാണ് മെഡിറ്റേഷൻ. സ്വസ്ഥമായി ഇരിക്കുക, ബ്രീത്തിങ് കൺട്രോൾ ചെയ്യുക. ബ്രെയിനിലേക്കുള്ള വായു സഞ്ചാരത്തിൽ മാറ്റം വരുമ്പോൾ ഒബ്വിയസ്ലി ആയിട്ടും ബ്രെയിൻ ആൽഫയിലേക്ക് പോകും. ആൽഫയിൽ പോകുന്ന സമയത്ത് സ്വസ്ഥത അനുഭവിക്കാൻ തുടങ്ങും, സമാധാനം അനുഭവിക്കാൻ തുടങ്ങും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ നമ്മുടെ ലൈഫിൽ നടക്കുന്നതെല്ലാം നമ്മൾ അഗ്രസീവായി കാണാതെയും അനുഭവിക്കാതെയും നോർമലൈസ് ചെയ്ത് കാണാൻ തുടങ്ങും. അപ്പോഴവിടെ സന്തോഷവും സമാധാനവും നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഇത് ഞാൻ ലളിതമായി പറഞ്ഞത്, ഇതിൻ്റെ കുറേ സയൻറ്റിഫിക് ആയിട്ടൊന്നും പറഞ്ഞാൽ അതൊക്കെ മറ്റു ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പോൾ ഇത് വളരെ കൃത്യമായി നിങ്ങൾ, അതുപോലെ തന്നെയുള്ള സാധനമാണ് അഫർമേഷൻ പറയുമ്പോൾ. നമ്മുടെ ബ്രെയിനിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ താ എന്നും റാ എന്നും നായമെന്നും പഠിച്ചത് ഒറ്റ തവണ എഴുതിയിട്ടാണോ? സ്കൂളിൽ ഏറ്റവും ബേസായിട്ട് താ. ഒരു പ്രാവശ്യം രാവിലെ സ്കൂളിൽ പോയപ്പോൾ ടീച്ചർ ഇന്നത്തെ ക്ലാസ് താ കേട്ടോ, താ കഴിഞ്ഞു. ഇവിടെ ടാ ഒറ്റ പറയൽ താ പഠിച്ചു. റാ കേട്ടോ, റാ പറഞ്ഞു. നാ ഇങ്ങനെ പറഞ്ഞു. സെറ്റായോ? നമ്മുടെ മലയാളത്തിലെ അക്ഷരങ്ങൾ എനിക്കിപ്പോഴും പിടിയില്ല. എത്ര അക്ഷരം എന്നിട്ട് ആർക്കും പിടിയില്ല പറഞ്ഞ എത്ര അക്ഷരങ്ങളാണ് മലയാളത്തിലുള്ളത്? ഈ അക്ഷരങ്ങൾ എത്ര വർഷം ഇരുന്ന് വൈകാട്ടി പഠിച്ചിട്ടാണ്, എത്ര തവണ ഇരുന്നിട്ട് സ്വരങ്ങളും വ്യഞ്ജനങ്ങളും നമ്മൾ യാരാലാവ ഷാവ ഹാ ഇങ്ങനെ പറഞ്ഞു പഠിച്ചിട്ടുണ്ട്. എത്ര തവണ പറഞ്ഞു പഠിച്ചിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കിയേ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇങ്ങനെ മാത്രമേ ബ്രെയിനിനെ പ്രോഗ്രാം ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ തന്നെ വന്നു 56ഉം 54ഉം ഏതെങ്കിലും ഒന്ന് തീരുമാനിക്കുക. എന്നിട്ട് ഞാൻ ബുദ്ധിയുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ 54 പറഞ്ഞില്ല 56 പറഞ്ഞിട്ടില്ല, രണ്ട് വന്നില്ലേ? യെസ്, 56 54 ഉണ്ടാവും, നോ പ്രോബ്ലം, പറഞ്ഞോളൂ. ഇതെന്തെന്നറിയോ? നമ്മൾ ഏതൊരു കാര്യവും റിപ്പീറ്റഡായിട്ട് പറഞ്ഞാൽ മാത്രമേ, റിപ്പീറ്റഡായി ചെയ്താൽ മാത്രമേ ബ്രെയിൻ അതിനെ സ്റ്റോർ ചെയ്ത് വെക്കുകയുള്ളൂ. എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളിൽ എത്ര പേര് 1 മണിക്കൂർ കൊണ്ട് ഡ്രൈവിംഗ് പഠിച്ചിട്ടുണ്ട്? 10ഉം 20ഉം 30ഉം വർഷം വീട്ടിൽ വണ്ടി ഉണ്ടായിട്ട് ഒറ്റ മണിക്കൂർ പോയിട്ട് പോയി നേരെ വണ്ടി കയറി വണ്ടി എടുത്ത് വണ്ടി ഓടിച്ചിട്ട് പോയിട്ടുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഒരാളുണ്ടാവില്ലല്ലോ. കുറേ തവണ. എന്താ ആകെയുള്ള എന്താ? ആകെ വണ്ടി പഠിക്കുമ്പോൾ എന്താ ഉള്ളത്? 2 സാധനം, ക്ലച്ച്. ഇപ്പോൾ ക്ലച്ചും ഇല്ല, ക്ലച്ചും ബ്രേക്കും ഒരു സ്റ്റിയറിങ്ങും ഒരു ഇത് ഗിയർ മാത്രമല്ലേ ഉള്ളൂ. ഗിയർ 1 2 3 4 5 എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് പഠിപ്പിക്കാനൊന്നുമില്ല. അതെങ്ങോട്ട് തിരിക്കണമെന്നും നമുക്കറിയാം. സ്റ്റിയറിങ് ഇത്രേ തിരിക്കാനുള്ളൂ എന്ന് നമുക്കറിയാം, തിയറി അല്ലേ? പിന്നെന്താ? ബ്രേക്ക് ഓടണം, ക്ലച്ച് ഓടണം അല്ലേ? എന്നിട്ട് എന്തേ ഇത്രയും നന്നായിട്ട് അറിഞ്ഞിട്ട് എന്തേ ഒറ്റ മണിക്കൂർ കൊണ്ട് പഠിക്കാൻ പറ്റാതിരുന്നേ? അല്ലെങ്കിൽ ആരെങ്കിലും വണ്ടി നേരെ എടുത്തിട്ട് പോകുന്നുണ്ടോ? ഇല്ല. ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയണേ, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ. കുറേ പ്രാവശ്യം പഠിച്ചാൽ. ഇതെന്താണെന്ന് വെച്ചാൽ ഇത് ബ്രെയിനിൻ്റെ സിസ്റ്റമാണ്. ബ്രെയിൻ ഒന്നിനെ സ്റ്റോർ ചെയ്ത് വെക്കണം, റിപ്പീറ്റഡ് ആയിട്ട് വേണം. പക്ഷേ അങ്ങനെ പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി പറയേണ്ടി വരും. ഒരാൾ നിങ്ങളെ ഒരു പ്രാവശ്യം തല്ലി, ഒറ്റ പ്രാവശ്യം ജീവിതം തല്ലിയിട്ടുള്ളൂ. കുറേ പ്രാവശ്യം തല്ലിയിട്ടാണോ അത് ഓർക്കുന്നത്? അല്ല ഒറ്റ തല്ലല്ലോ ഓർക്കുന്നുണ്ടോ? തല്ലുകയല്ല, എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതിക്കോ. തല്ലിന്ന് ഒരു അറ്റ കൈയാണ്. ഒറ്റ പ്രാവശ്യം അയാൾ എന്തെങ്കിലും നിങ്ങളെ ചീത്ത പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. ഒറ്റ പ്രാവശ്യം പറഞ്ഞപ്പോൾ ഓർത്ത് വെക്കുന്നുണ്ടോ? എന്നും ഓർത്ത് വെക്കുന്നുണ്ടോ? മറ്റത് ഇത്രയും സമയം റിപ്പീറ്റഡായി പറഞ്ഞിട്ടാണ് നമ്മൾ ഓർത്ത് വെച്ചത്. ഇത് ഒറ്റ പ്രാവശ്യം സംഭവിച്ചാൽ തന്നെ ജീവിതകാലം മറക്കില്ല, ഓർത്ത് വെക്കും. ഇത് എങ്ങനെയാ ഇപ്പം സംഭവിക്കുന്നത്? ഈ തിയറി നിങ്ങൾ ശരിക്കും പഠിക്കണേ. ഇതാണ് ലൈഫിൻ്റെ യഥാർത്ഥ ടേണിംഗ് പോയിന്റ്.
ഇവിടെയാണ് ഞാനിപ്പോൾ പറഞ്ഞു, റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞത് മാത്രമാണ് ബ്രെയിൻ എടുത്തു വെക്കുന്നത് എന്നുള്ള ആദ്യത്തെ സെൻറ്റൻസ് നിങ്ങൾ പൂർണ്ണമായി ഉൾക്കൊണ്ടു, സംഭവിച്ചു. രണ്ടാമത്തെ പോയിന്റിൽ വരുമ്പോൾ നിങ്ങൾക്കുണ്ടാവേണ്ട ചോദ്യമാണ് ഞാൻ തിരിച്ചു ചോദിച്ചു. ആ, അതാണ് ചോദിച്ചത്, ഹ്യൂമൻ നാച്ചുറൽ എന്തുകൊണ്ട് നെഗറ്റിവിറ്റിയെ ഓർക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവുന്നു. അവിടെയാണ് നമ്മുടെ പ്രധാന ഘടകം വെക്കുന്നത്. നെഗറ്റീവ് തിങ്സ് വിൽ അബ്സോർവ് ഈസിലി. അതാണ് എന്തുകൊണ്ട് അബ്സോർവ് ചെയ്യുന്നു. ബ്രെയിൻ്റെ സിസ്റ്റം ആണെങ്കിൽ അതെങ്ങനെ ബ്രെയിൻ എങ്ങനെ ഇതിന് നെഗറ്റിവിറ്റി ആണോ പോസിറ്റിവിറ്റി ആണോ തീരുമാനിക്കുന്നത്? ബ്രെയിൻ കനോട്ട് ജസ്റ്റ് ജഡ്ജ് ഇറ്റ്. അതിന് ജഡ്ജ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല. ഇതെല്ലാം ഒന്നായിട്ട് എടുക്കുന്നു. ബട്ട് ദർ ഇസ് സംതിങ് എൽസ് ആണതിനെ ഉണ്ടാക്കുന്നത് എന്ന്. ഇവിടെയാണ് നമ്മുടെ പ്രാക്ടീസ് ശരിക്കും നടക്കണേ. ഈ ക്ലാസ്സിലെ പ്രാക്ടീസിലൂടെ കടന്നു പോകുമ്പോൾ ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. മൈൻഡ് എന്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു, എന്താണ് നമ്മുടെ DNA സിസ്റ്റം, നമ്മുടെ മനുഷ്യൻ്റെ യഥാർത്ഥ DNA എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതും അതിനെ എങ്ങനെയാണ് നമുക്ക് മാറ്റപ്പെടുത്തേണ്ടതെന്നും, അതായത് കോൺഷ്യസ് എന്താണെന്നും നമ്മൾ സബ് കോൺഷ്യസ് എന്താണെന്നും നമ്മൾ തിരിച്ചറിയണം. അത് ജേർണി ടു ഹാപ്പിനെസ്സിൽ നിങ്ങൾ കൃത്യമായി പഠിക്കും. ഈ ഒരു തിരിച്ചറിവിൽ നിന്നാണ് നമ്മുടെ യാത്ര തുടങ്ങുക. ഇത്രയും കൃത്യമായ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ഇത് മൂന്നാമത്തെ കാര്യം കൂടി പറഞ്ഞു തരാം. അതാണ് ഞാൻ പറഞ്ഞത്, റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ അഫർമേഷൻ ആയാലോ മറ്റു കാര്യങ്ങളോ ഡെയിലി പ്രാക്ടീസ് ചെയ്തെടുക്കാൻ ഈ ഒരു മനസ്സിൻ്റെ ആ ഒരു കളിയെ ഒന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക, മനസ്സിന് അല്ലെങ്കിൽ ബ്രെയിൻ ഒരു പ്രത്യേകതയുണ്ട്. ബ്രെയിൻ ഒരു കാര്യവും ബ്രെയിൻ എല്ലാ കാര്യവും പിക്ചർ രൂപത്തിൽ മാത്രമേ സ്റ്റോർ ചെയ്യുകയുള്ളൂ. അതിന് പിക്ചർ മാത്രമേ സ്റ്റോർ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളൂ, അല്ലാതെ ഒരു വാക്കുകളെയും സ്റ്റോർ ചെയ്യുന്നില്ല. നിങ്ങൾ താ എന്ന് സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ താ എന്ന് എഴുതി പഠിച്ച ആ മലയാള അക്ഷരം, അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ചും കൂടി അഡ്വാൻസ് ആകുമ്പോൾ നിങ്ങൾ മംഗ്ലീഷിലാക്കിയിട്ടും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ആ അക്ഷരങ്ങളെ എഴുതുന്ന ലിപിയിലാണ് സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അല്ലെങ്കിൽ തറ എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ തറയുടെ ആ ഫോട്ടോയാണ് സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഓരോ വാക്കിൻ്റെയും അതിൻ്റെ ഇമേജാണ് ബ്രെയിൻ സ്റ്റോർ ചെയ്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഇമേജ് രൂപത്തിൽ തന്നെ ആയിരിക്കില്ലേ ഉണ്ടാവുക. ഇപ്പോൾ എനിക്ക് എന്താ പറയുക, എനിക്കിപ്പോൾ ലണ്ടനിൽ പോകണം, ഉദാഹരണം ലണ്ടൻ എനിക്ക് കാണാൻ പോകണം. ഞാൻ ലണ്ടൻ എന്ന് കാണുമ്പോൾ എനിക്ക് പിക്ചർ വരുന്ന ഊട്ടിയാണെങ്കിൽ ഞാൻ ലണ്ടനിൽ എന്തായിരിക്കും ലണ്ടൻ്റെ കാഴ്ചപ്പാടെൻ്റെ. ഇപ്പോൾ ലണ്ടൻ എന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് ലണ്ടനിലെ പിക്ചറുകൾ എൻ്റെ ബ്രെയിനിൽ വരണം. അത് വരണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ലണ്ടനെ പറ്റി പഠിക്കണം. എന്താണ് ലണ്ടനിലുള്ളത്, എന്താണ് അവിടെയുള്ളത്, ഏതൊക്കെ സീനാണ് അവിടെ ഉള്ളത്, ഇതെല്ലാം ക്ലോക്ക് ടവർ, ഞാൻ അങ്ങോട്ട് വരാം, ക്ലോക്ക് ടവർ, ഇത് നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പോൾ പിന്നെ എപ്പോൾ ലണ്ടനെ പറ്റി പറയുന്നുവോ എൻ്റെ മനസ്സിൽ ക്ലോക്ക് ടവറും ലണ്ടൻ ബ്രിഡ്ജും ഒക്കെ ആദ്യം വരും. ഇത് വിഷ്വലൈസേഷൻ എന്ന് പറയും. ഏതൊരു കാര്യത്തെയും നമ്മൾ വിഷ്വലൈസേഷനിലൂടെ മാത്രമേ നമുക്ക് സാംശീകരിക്കാൻ സാധിക്കുകയുള്ളൂ. സങ്കല്പം, എല്ലാത്തിനും ഒരു കൃത്യമായ സങ്കല്പം വേണം. ഞാൻ എന്ത് ജോലി ചെയ്യുന്നു, ആ സങ്കല്പം എനിക്ക് വേണം. ഞാൻ ഏതാണ് ജോലി ചെയ്യുന്നത്, ഇങ്ങനെയാണ് മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുന്നത്. മാനിഫെസ്റ്റേഷൻ എല്ലാം ഇത്തരം മെത്തേഡിലുള്ളിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മനസ്സിൽ കൃത്യമായി വിഷ്വലൈസേഷൻ നമ്മൾ സൃഷ്ടിക്കാൻ പറ്റണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൂടെ ഇതെല്ലാം നമുക്ക് ഓരോ ദിവസവും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചിന്തകൾ മാറുമ്പോൾ നമ്മുടെ പ്രവൃത്തികൾ മാറുന്നു. പ്രവൃത്തികൾ മാറുമ്പോൾ ശീലങ്ങൾ മാറും. ശീലങ്ങൾ മാറുമ്പോൾ നമ്മുടെ വ്യക്തിത്വം മാറും. വ്യക്തിത്വം മാറുമ്പോൾ എന്ത് മാറും? ജീവിതവും മാറും. അപ്പം എങ്ങനെയാ, ഒന്നുകൂടി എല്ലാവരും എഴുതി വെച്ചോളൂ, കൃത്യമായി എത്തിച്ചോ. നിങ്ങളെല്ലാവരും എഴുതി വെച്ചോ. ചിന്തകൾ മാറുമ്പോൾ എന്ത് മാറും? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ മാറും. പ്രവൃത്തികൾ മാറുമ്പോൾ ശീലങ്ങൾ മാറുന്നു. ശീലങ്ങൾ മാറുമ്പോൾ വ്യക്തിത്വം മാറുന്നു. വ്യക്തിത്വം മാറുമ്പോൾ ജീവിതവും മാറുന്നു. ഇത് എന്ന് നിങ്ങൾ ഓർക്കുക. അപ്പോൾ നിങ്ങളിപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്നത് നിങ്ങളിൽ എത്ര പേർക്ക് ജീവിതം മാറ്റണമെന്ന് ആഗ്രഹമുണ്ട്? ഒന്ന് പറഞ്ഞ് കൈ ടൈപ്പ് ചെയ്ത്, ഞാനാണ്, എനിക്ക് എൻ്റെ ജീവിതം മാറ്റണം. ഒന്ന് ടൈപ്പ് ചെയ്ത് പേര് മാത്രം അവരെ എൻ്റെ ജീവിതം എനിക്ക് മാറ്റണം. ബാക്കിയുള്ള ഞാൻ അതിലേക്ക് വരാം. എങ്ങനെ മാറണം, എന്ത് മാറണം എന്നൊക്കെ നമുക്ക് മാറണം. അപ്പോൾ മാറണം, എല്ലാവർക്കും മാറണം.
എങ്കിൽ ഉത്തരം നിങ്ങൾ തന്നെ പറയണം. ഇന്ന് മുതൽ നിങ്ങൾ എന്ത് മാറ്റാൻ തയ്യാറാകും? ജീവിതം നിങ്ങൾക്ക് മാറണം, തീരുമാനിച്ചു. ഇന്നു മുതൽ നിങ്ങൾ എന്ത് മാറ്റാൻ തയ്യാറാവുന്നു? അതിന് ഉത്തരം പറഞ്ഞു. രണ്ടാമത് ആദ്യം പേര് എഴുതിയവർ രണ്ടാമത് എഴുതിക്കോളൂ. 1, 2, 3, 4, 5. അല്ല, സുശീൽ രാജൻ എന്നല്ല, തെറ്റാണ്. ആദ്യത്തെ സാധനം മാറ്റിയാൽ മറ്റെല്ലാം മാറ്റാമല്ലോ. യെസ്, ചിന്തകൾ. ചിന്തകൾ. അപ്പൊ ഇന്ന് മുതൽ നിങ്ങൾ എന്ത് തീരുമാനിക്കുന്നു? നല്ല ചിന്തകൾ മാത്രമേ ചിന്തിക്കുള്ളൂ, മറ്റതൊന്നും ചിന്തിക്കില്ല. എഴുതി വെച്ചോളൂ, വലിയ പേപ്പറിൽ എഴുതിയിട്ട് വീട്ടിൽ ഒട്ടിച്ചു വെച്ചോ. ഞാൻ ഇന്ന് മുതൽ നല്ല ചിന്തകൾ മാത്രമേ ചിന്തിക്കുകയുള്ളൂ. അപ്പൊ അനാവശ്യ ചിന്തകൾ വന്നാൽ എന്ത് ചെയ്യും? അതും കൂടി പറഞ്ഞു തരണ്ടേ? അനാവശ്യ ചിന്തകൾ വരുന്നു, എന്ത് ചെയ്യും? ഈ കയ്യൊന്ന് എടുത്ത എല്ലാവരും റൈറ്റ് ഹാൻഡ്. എൻ്റെ ഇരിക്കുന്ന എല്ലാവരും റൈറ്റ് ഹാൻഡ് എടുത്തേ. റൈറ്റ് ഹാൻഡ് എടുത്ത് നിങ്ങൾക്ക് അനാവശ്യ ചിന്തകൾ വന്നു എന്ന് കരുതിക്കോ, നിങ്ങൾ എന്ത് ചെയ്യും? വേണ്ടല്ലോ നിങ്ങൾക്ക്. ശബ്ദം വരട്ടെ വായിന്ന്. വിട്ടു പോട്ടെ, അതിന് വിട്ടേക്ക്, കളഞ്ഞേക്ക്. ജസ്റ്റ് ഇങ്ങനെ കൈ കൊണ്ട് ഇവിടെ ഷോൾഡറിൻ്റെ അടുത്ത് ഒരു തട്ട് ബാക്കിലോട്ട്, ചുണ്ടിൽ നിന്ന് ആ ശബ്ദം വരികയും ചെയ്യണം. ഇതെന്നെ ബാധിക്കുന്ന വിഷയമല്ല. ചുണ്ടിൽ നിന്ന് ശബ്ദം വരണം പറഞ്ഞത് എന്തുകൊണ്ട്? അതിനൊരു സയൻസ് ഉണ്ട്. നിങ്ങൾ ചുണ്ട് നിലവിലിരിക്കുന്ന അവസ്ഥയിൽ നിന്നും വലിയുമ്പോൾ ഡോപ്പമൈൻ ഇവിടെ ആക്ടിവേറ്റ് ആവും. ചുണ്ട് ചെറിയൊരു മാറ്റം വരുമ്പോൾ ഡോപ്പമൈൻ അപ്പം ആക്ടിവേറ്റ് ആവും. അപ്പോൾ കാണിച്ചേ, എല്ലാവരും കാണിച്ചേ, നോക്കട്ടെ നോക്കട്ടെ. എല്ലാവർക്കും ഇതൊരു പ്രാക്ടീസാണ്. എല്ലാവരും കാണിച്ചേ, നന്നായിട്ട് നന്നായിട്ട്. അന്ന് ശില്പക്ക് എന്താ ഒരു മടി? നല്ല ഫാസ്റ്റായിട്ട് നന്നായിട്ട് പോട്ടെ. മടി, അയ്യോ, കാണിക്കുന്ന കാണുമ്പോൾ ഭയങ്കര മടി. എന്താ അജിത വേണ്ടേ? ആ, അങ്ങനൊന്നും പറഞ്ഞ അജിത പോകത്തില്ല, അത് അവിടെ തന്നെ നിൽക്കും. നേരെ ഇരുന്നിട്ടൊന്ന് പിടിച്ച് ഐശ്വടാ. ആ, എല്ലാവർക്കും മടി. ഇതൊന്നും മടി കാണിക്കുന്നില്ല, അത് മടി കാണിക്കേണ്ട സാധനമല്ല. വീട്ടിലും പ്രാക്ടീസാ അത്. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു നാണൊക്കെ കുരുങ്ങും. ആ, അപ്പോൾ പോടെ അന്ന് പറഞ്ഞു, പോടെ, ഇത്രയേ ഉള്ളൂ, പോടെ. ഇത്രയും ക്ലിയർ ആക്കി പറഞ്ഞാൽ മാത്രം മതി. ഇത് ഓരോ ദിവസവും നിങ്ങൾ വരും. ചെകുത്താന്മാർ ഈ ലോകത്തുണ്ട്, അവർ വരിക തന്നെ ചെയ്യും. പക്ഷെ നമുക്ക് അവർ വേണ്ട, അല്ലേ? അതുകൊണ്ട് ഇന്നു മുതൽ ശുഭാപ്തി വിശ്വാസവും ശുഭചിന്തകളും. ഇന്നു മുതൽ നിങ്ങൾ എല്ലാവരും ഒരു കാര്യം തീരുമാനിക്കുകയാണ്. നമ്മുടെ ശുഭാപ്തി വിശ്വാസം ശുഭചിന്തകളും പുസ്തകം ഉണ്ടല്ലോ, എല്ലാവരുടെ കയ്യിലുണ്ടല്ലോ. ഇന്ന് മുതൽ നമ്മൾ തുടങ്ങുകയാണ്. ഒന്നാമത്തെ ദിവസം നാളെ രാവിലെ മുതൽ ഈ എല്ലാവരും വായിച്ച് അവിടെ ഇടണം. എന്നിട്ട് ആ ദിവസം മുഴുവൻ അതിനെപ്പറ്റി അതിനെപ്പറ്റി ചിന്തിച്ചോളൂ. ഒരു ടാസ്ക് ഇരിക്കട്ടെ നിങ്ങൾക്ക് എല്ലാ ദിവസവും. അങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് മാത്രം, നല്ലത് മാത്രം ചിന്തിക്കാന്നു. രാവിലെ എടുക്കുക, പുസ്തകം എടുക്കുക, എഴുന്നേറ്റ് ഉടനെക്കുക. ശുഭാപ്തി വിശ്വാസവും ശുഭചിന്തകളും ജീവിത വിജയത്തിന് പുസ്തകമുണ്ട്. അതിൽ 108 ദിവസത്തെ 105 ദിവസത്തെ പ്രാക്ടീസ് ഉണ്ട്. നിങ്ങൾ ഒന്നേന്ന് വെച്ചതാണ് തുടങ്ങിക്കോളൂ. ആകെ ഉള്ളത് 4 വരി മാത്രമേ ഉള്ളൂ. പക്ഷെ ആ 4 വരികൾ നിങ്ങൾ വായിക്കുമ്പോൾ വലിയ മാറ്റം. കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ ഒരമ്മ വോയിസ് ഇട്ടതായിരുന്നു. സാറിന് 2 പുസ്തകം എൻ്റെ കയ്യിലുണ്ട്, രണ്ടും വായിച്ച് മുഴുവൻ ബൈഹാർട്ടായി. ഇപ്പോൾ പുസ്തകം വേണ്ട, ഞാൻ ഇരുന്ന് രാവിലെ ഇന്ന് 1-ാം ദിവസം എന്ന് ബൈഹാർട്ട് ചെയ്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 2-ാം ദിവസം, 3-ാം ദിവസം അവരിങ്ങനെ ബൈഹാർട്ട് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് കുറേ തവണ വായിച്ച പിന്നെന്താ? അവർ പറഞ്ഞു, ഞാൻ എത്ര 100-ഓ 150-ഓ തവണ വായിച്ച് കാണും മോനെ, എനിക്ക് അത്രയും പ്രാവശ്യം എല്ലാ ദിവസവും ഇത് തന്നെ വായിക്കുന്നുണ്ട്. യെസ്, വായിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ വായിക്കുന്നുണ്ട്. 60 ഡേയ്സ് ചലഞ്ചസ് ഓൾറെഡി ഉണ്ട്. ഇത് ബാക്കിയുള്ളവർക്ക്, ചലഞ്ച് ഇല്ലാത്തവർക്ക് നിങ്ങളുടെ ഗ്രൂപ്പിൽ തുടങ്ങാം. കാരണം ഇനി മുതൽ ഞാൻ നല്ലത് മാത്രമേ ചിന്തിക്കുള്ളൂ എന്നുള്ള നിങ്ങളോടുള്ള കമ്മിറ്റ്മെൻറ്റിൽ ഒരു വാക്ക് പോലും
ഈവൻ കുഴപ്പമില്ല എന്ന് പോലും ഞാൻ എന്നെ ഉപയോഗിക്കില്ല. കാരണം എനിക്കത് കുഴപ്പമാകാതിരിക്കാൻ ഞാൻ അത് ഉപയോഗിക്കില്ല. അത്രയും ശ്രദ്ധിക്കുക, വാക്കുകളൊന്നും ഉപയോഗിക്കാതിരിക്കുക. താങ്ക് യു വെരി മച്ച്. ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക്